രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് സഭയ്ക്ക് മുമ്പ് അസംബ്ലിക്ക് മുമ്പിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറയാനുള്ള കാര്യം മാത്രം പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. KR സാജു ആയിരുന്നു വിവരങ്ങളുമായി. സാജു, രാഹുലിന്റെ ഒരു പ്ലാൻ എന്താണ്? അതായത് അധികകാലം വീടിനകത്ത് കതകടച്ച് മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതില്ല, മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഗതി എന്താണെന്നതിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ ധാരണയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയ വനവാസം ആവശ്യമില്ല എന്നൊരു ലൈനിലാണോ രാഹുൽ ഉള്ളത്? രാഹുൽ അത്തരമൊരു നീക്കത്തിൽ തന്നെയാണുള്ളത്. രാഹുൽ നാളെ മുതൽ നിയമസഭയിൽ സജീവമാകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എല്ലാ നിയമസഭാ സമ്മേളനത്തിലും നാളെ മുതലുള്ള സമ്മേളന ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തും. ഒപ്പം ശനി ഞായർ ദിവസങ്ങളിൽ പാലക്കാട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ ആരോപണം ഉയർന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് പോയിരുന്നില്ല. ഇനി അതിനുകൂടിയുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നാടകീയമായി തനിക്ക് അനുകൂലമായ ഒരു സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. തനിക്ക് പറയാനുള്ളത് മാത്രം പറയുക, വളരെ മറുപടി പറയേണ്ട സുപ്രധാനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുക എന്നതാണ് സ്വീകരിച്ചത്. SFIയുടെ സമരം പോലും വരാൻ വേണ്ടി രാഹുൽ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത്തരം സമരങ്ങൾ തനിക്ക് അനുകൂലമായ വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കൂടി രാഹുലിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ സമരം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എന്ന് വേണം കരുതേണ്ടത്. അത്തരത്തിൽ തനിക്ക് അനുകൂലമായ ഒരു വൈകാരികതമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം കൂടി രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട്. രാഹുലിന്റെ മറുപടികൾ ശ്രദ്ധിച്ചാലും അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടല്ല എത്തിയിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിലുള്ള ഒരു പ്രവർത്തകൻ പെരുമാറേണ്ടതുപോലെയാണ് താൻ പെരുമാറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോഴും താൻ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് കൂടി അവകാശപ്പെടാനും രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുന്നു. മാത്രമല്ല, അന്വേഷണം മുന്നോട്ട് പൊക്കോട്ടെ എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിലൂടെ തനിക്ക് ഈ അന്വേഷണത്തിലൂടെ ഒന്നും വരാനില്ല എന്ന് ഒരു ഉറച്ച സന്ദേശം രാഹുൽ മാങ്കൂട്ടം നൽകാനും ആണ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറയേണ്ട സുപ്രധാനമായ ചോദ്യമുണ്ട്. അത് ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പുറത്തു വന്ന യുവതിയുമായുള്ള ഗർഭചിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശബ്ദരേഖ തന്റേതാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറയുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇന്നും ചെയ്തത് രാഹുൽ മാങ്കൂട്ടം തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് താൻ എപ്പോഴും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി സംഭവിച്ചിരിക്കുന്നത്.